റെന്റ് അവർ പേ ചെയ്യാതിരിക്കുമ്പോൾ നമുക്ക് ആ റെന്റ് എവിടെയെങ്കിലും റിക്കവർ ചെയ്യാനായിട്ടുള്ള സാധ്യതയുണ്ടോ? ആവറേജ് 5% ആണ് നമ്മൾ ചാർജ് ചെയ്യുന്നത് അല്ലേ? ഈ സേവ് ചെയ്യാൻ പാടില്ലേ? ആന്റണിക്കോ അല്ലെങ്കിൽ ആന്റണിയെ പോലെ പ്രോപ്പർട്ടി മാനേജ്മെന്റ് ചെയ്യുന്ന ആൾക്കാർക്കോ പ്രോപ്പർട്ടി തരേണ്ട കാര്യമില്ലല്ലോ. ഇതൊക്കെ ഞങ്ങൾക്ക് തന്നെ ചെയ്യാൻ പാടില്ലേ? റെന്റിന് കൊടുക്കുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്? നമ്മളോട് ഒന്ന് വെൽത്ത് ഉണ്ടാക്കാൻ വേണ്ടി തന്നെയാണ് മെയിനായിട്ട്. അതോടൊപ്പം ലൈഫ് സ്റ്റൈലും വേണം നമുക്ക്. സ്ട്രെസ് എന്ത് മാത്രം മാനേജ് ചെയ്യുന്നത് നിങ്ങൾ? വിക്ടോറിയയിൽ മാത്രമാണ് ഏകദേശം 500 തുടങ്ങി 650 വരെയുള്ള ഒരു റേഞ്ചിൽ പ്രോപ്പർട്ടി വാങ്ങാനായിട്ട് പറ്റുന്ന ഒരു കാറ്റഗറിയിലുള്ളത്. നമസ്കാരം, എല്ലാവർക്കും ജിൽസ് കിച്ചണിലേക്ക് സ്വാഗതം. നമ്മൾ മലയാളികൾ ഓസ്ട്രേലിയയിലേക്ക് മൈഗ്രേറ്റ് ചെയ്ത് വന്നതിന് ശേഷം നമ്മൾ വീടുകൾ മേടിക്കും. അതിനുശേഷം നമുക്ക് ജനറേഷണൽ വെൽത്ത് ഉണ്ടാക്കാനായിട്ട് നമ്മൾ ട്രൈ ചെയ്യുമ്പോൾ പലപ്പോഴും നമ്മൾ എത്തിപ്പെടുന്നത് ഈ റിയൽ എസ്റ്റേറ്റ് ഫീൽഡിൽ വീടുകൾ മേടിക്കുക, അസറ്റ് അക്യുമുലേറ്റ് ചെയ്യുക. പക്ഷേ ഇതിലേക്ക് ചിന്തിച്ച് വരുമ്പോൾ നമ്മൾ അഭിമുഖീകരിക്കുന്ന വലിയൊരു പ്രശ്നങ്ങളിലൊന്ന് ഈ വീട് നമ്മൾ റെൻറ്റിന് കൊടുക്കണം. ഈ റെൻറ്റിന് കൊടുക്കുമ്പോൾ നമുക്ക് ആൾക്കാർ കറക്റ്റായിട്ട് റെൻറ്റിനെടുക്കുന്ന ആൾക്കാർ അത് റെൻറ്റ് പേ ചെയ്യുമോ, അതോ വീട് നമ്മൾ റെൻറ്റിന് കൊടുത്ത വീട് അവർ തല്ലിപ്പൊട്ടിക്കുമോ, അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ഈ പ്രശ്നങ്ങൾ നമുക്ക് എങ്ങനെ അഭിമുഖീകരിക്കാനായിട്ട് സാധിക്കും, ഇവിടുത്തെ നിയമങ്ങൾ എങ്ങനെ പാലിക്കണം എന്നതിനെക്കുറിച്ചൊക്കെ ഒരു വീഡിയോയാണ്. പ്രോപ്പർട്ടി മാനേജ്മെൻറ്റ് ഏജൻറ്റിന് ആവശ്യമുണ്ടോ, അതോ നമുക്ക് സ്വയം ചെയ്യാനായിട്ട് സാധിക്കുമോ എന്നുള്ളൊരു വൈഡായിട്ടുള്ളൊരു കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത് ആൻ്റണി വർഗീസാണ്. അദ്ദേഹം ഏജൻസി HQ എന്ന് പറയുന്ന റിയൽ എസ്റ്റേറ്റ് ഏജൻസിയും അതേപോലെ തന്നെ പ്രോപ്പർട്ടി മാനേജ്മെൻറ്റും ചെയ്യുന്നയാളാണ്. ഒരുപാട് നാളത്തെ എക്സ്പീരിയൻസ് ഉള്ള ആളാണ്. അപ്പോൾ അദ്ദേഹം നമ്മളോട് ഇന്ന് സംസാരിക്കും എങ്ങനെയാണ് നമുക്ക് പ്രോപ്പർട്ടി ഇവിടെ റെൻറ്റിന് കൊടുക്കാനായിട്ട് സാധിക്കുന്നത് എന്നതിനെക്കുറിച്ച്. ആൻ്റണി നമസ്കാരമുണ്ട്. നമസ്കാരം. എന്നാണ് വിശേഷമൊക്കെ? നല്ല. നാട്ടിൽ പോയോ എൻ്റെ ഇടയ്ക്ക്? എങ്ങാനും ഇല്ല, നാട്ടിൽ പോയിട്ടില്ല അല്ലേ? ക്രിസ്മസിന് ഇങ്ങനെ പോകാമെന്ന് വിചാരിച്ച് ഇങ്ങനെ ക്രിസ്മസ് നാട്ടിൽ ആഘോഷിക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. ആ സമയത്താണ് നമുക്ക് ഈ പറയുന്ന റിയൽ എസ്റ്റേറ്റിന് ഒരു ബ്രേക്ക് കിട്ടുന്നത്. കറക്റ്റ്. കാരണം നവംബർ 15 കഴിഞ്ഞ് ഡിസംബർ ആദ്യം ആകുമ്പോഴേക്കും നമുക്കൊന്ന് ഹോളിഡേ ഇതിലേക്കാവും. ബിൽഡേഴ്സ് ആണെങ്കിലും അന്നൊക്കെ ഷട്ട് ഡൗൺ ചെയ്ത് പോകുമ്പോൾ ഡിസംബർ കംപ്ലീറ്റ് നമുക്ക് ഒരു ബ്രേക്ക് കിട്ടുന്ന ഒരു സമയമാണ്. വെരി ഗുഡ്. അല്ല, ഇപ്പോൾ പണ്ടത്തെ പോലെ അല്ല കേട്ടോ. പണ്ടൊക്കെ ആണെങ്കിൽ നമ്മളിവിടെ വന്നു കഴിഞ്ഞപ്പോൾ 2 കൊല്ലം 3 കൊല്ലം കൂടുമ്പോഴൊക്കെ നാട്ടിൽ പോയിക്കൊണ്ടിരുന്നത്. അതെ. പക്ഷെ ഇപ്പോൾ അത് മാറി ഒരുപാട് ആൾക്കാർ ഇയർലി അല്ലെങ്കിൽ 6 months 3 months കൂടുമ്പോൾ പോകാൻ തുടങ്ങിയിട്ടുണ്ട്. തീർച്ചയായിട്ടും അല്ലേ? കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പ്രായമായി കഴിയുമ്പോൾ പിന്നെ നാട്ടിലെ വീട്ടുകാരും അവരൊറ്റയ്ക്കല്ലേ, പിന്നെ പോയി കാണാന്നുള്ള രീതിയിൽ പിന്നെ തുടക്കത്തിൽ നമ്മൾ വന്നു കഴിയുമ്പോൾ നമ്മൾ എങ്ങനെ എസ്റ്റാബ്ലിഷ് ചെയ്യാം, അതുകൊണ്ട് നമ്മൾ ആ ഒരു ഫ്രീക്വൻസി കുറവായിരിക്കും നാട്ടിൽ പോകാനായിട്ട്. അതെ അതെ അതെ. ഇപ്പം ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യവും നമ്മൾ ഒരുപാട് സംസാരിക്കുന്ന ഒരു കാര്യമുണ്ട് ആൻ്റണി. നമ്മളിവിടെ വന്നതിന് ശേഷം ജോലി കിട്ടുന്നതിന് ശേഷം ആദ്യത്തെ വീട് നമ്മൾ മേടിക്കുന്നു. പക്ഷേ അതിന് ശേഷം അത്തരത്തിൽ ഇക്വിറ്റിയൊക്കെ നമുക്ക് ഫോം ചെയ്തതിന് ശേഷം നമുക്ക് നമ്മുടെ വെൽത്ത് ക്രിയേറ്റ് ചെയ്യണം. നമ്മളിവിടെ വന്ന് വെൽത്ത് ഉണ്ടാക്കാൻ വേണ്ടി തന്നെയാണ് മെയിനായിട്ട്. അതോടൊപ്പം ലൈഫ് സ്റ്റൈലും വേണം നമുക്ക്. അതല്ലെങ്കിൽ നമ്മൾ 6-7 ദിവസം പണി തന്നെയാണ്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ നമുക്ക് കാണുന്നതാണ് റിയൽ എസ്റ്റേറ്റ് പ്രോപ്പർട്ടിയിൽ പൈസ ഇൻവെസ്റ്റ് ചെയ്യുക. ഈ വീട് മേടിക്കുമ്പം റെൻറ്റിന് കൊടുക്കുന്നതൊക്കെ വലിയ വലിയ പ്രശ്നങ്ങളായിട്ട് തോന്നുവാണ്. എങ്ങനെയാണ് ഓസ്ട്രേലിയ റിയൽ എസ്റ്റേറ്റ് മാർക്കറ്റ് വർക്ക് ചെയ്യുന്നത്? ഇപ്പോൾ നമ്മൾ ഓവറോൾ ഓസ്ട്രേലിയ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ 2024 സ്റ്റാറ്റിസ്റ്റിക്സ് പ്രകാരം ഏകദേശം 3.25 മില്യൺ ആണ് ഇൻവെസ്റ്റ്മെൻറ്റ് നമ്പേഴ്സ്. അതായത് പ്രോപ്പർട്ടീസ് ഇൻവെസ്റ്റ്മെൻ്റ് ആയിട്ട് കാറ്റഗറൈസ് ചെയ്തു. അത് വിക്ടോറിയയിലേക്ക് വരികയാണെങ്കിൽ അത് ഏകദേശം ഒരു 500,000 എന്നുള്ള രീതിയിലാണ് വിക്ടോറിയയിൽ ആ ഇൻവെസ്റ്റ്മെൻറ്റ് പ്രോപ്പർട്ടീസിൻ്റെ നമ്പേഴ്സ് ഉള്ളത്. ഈ ഇൻവെസ്റ്റ്മെൻറ്റ് പ്രോപ്പർട്ടിയുമായി ബന്ധപ്പെട്ടുള്ള ഒരു എക്സ്പെർട്ടീസാണ് പ്രോപ്പർട്ടി മാനേജ്മെൻ്റ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഗിൽസ് ഒരു പ്രോപ്പർട്ടി വാങ്ങി ആ പ്രോപ്പർട്ടി ഇക്വിറ്റി ഗ്രോത്ത് ഉണ്ടായി വിൽക്കുന്നത് വരെയുള്ള കാലയളവിൽ ഈ പ്രോപ്പർട്ടി പ്രോപ്പറായിട്ട് ഒരു മാനേജ്മെൻറ്റ് നടത്തിയാലേ നമുക്ക് അതനുസരിച്ചിട്ട് അതിൻ്റെ വാല്യൂ കൂടുള്ളൂ. അതോടൊപ്പം തന്നെ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആ ഡിപ്രീസിയേഷനോ അല്ലെങ്കിൽ അതിൻ്റെ മെയിൻ്റനൻസോ കുറച്ചുകൊണ്ട് പ്രോഫിറ്റ് മാക്സിമൈസ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. വിക്ടോറിയയിൽ മാത്രമാണ് ഏകദേശം 500 തുടങ്ങി 650 വരെയുള്ള ഒരു റേഞ്ചിൽ പ്രോപ്പർട്ടി വാങ്ങാനായിട്ട് പറ്റുന്ന ഒരു കാറ്റഗറിയിലുള്ളത്. അതിൻ്റെ അതിപ്പോൾ ഏറ്റവും കൂടുതൽ ബയേഴ്സ് ഏജൻറ്റ് നമുക്ക് വന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ഹോപ്പേഴ്സ് ക്രോസിങ്, വെറീബി, മെൽട്ടൺ, കൊബിൾ ബാങ്ക്, കുറിഞ്ചാങ് ആ രീതിയിലാണ് മെൽബൺ വെസ്റ്റിലേക്ക് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത്. ഓക്കെ. നമ്മൾ പ്രോപ്പർട്ടി മേടിക്കുമ്പോൾ അതിന് നമ്മൾ റെൻറ്റിന് കൊടുക്കണമല്ലോ. റെൻറ്റിന് കൊടുക്കുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്? ഇപ്പം നമുക്ക് പല രീതിയിൽ കൊടുക്കാം. അഡ്വർടൈസ്മെൻറ്റ് ചെയ്ത് ഏത് സ്ട്രേഞ്ചറിന് കൊടുക്കാം, അതല്ല നമ്മൾ അറിയുന്ന നമ്മൾ സർക്കുലർ പെട്ട ആൾക്കാർക്ക് കൊടുക്കാം. ഇൻവെസ്റ്റ്മെൻറ്റ് പ്രോപ്പർട്ടിയിൽ ചിലപ്പോൾ എക്സിസ്റ്റിംഗ് ടെനൻസ് ഉണ്ടാവാം,
ഇല്ലെങ്കിൽ അതൊരു വേക്കൻറ്റ് പ്രോപ്പർട്ടി ആയിരിക്കുള്ളൂ. അപ്പോൾ ഞങ്ങൾ ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ പ്രൊഫഷണലായിട്ട് ചെയ്യുന്നത് ആ പ്രോപ്പർട്ടി കൃത്യമായിട്ട് അഡ്വർടൈസ് ചെയ്യുന്നു, കൃത്യമായിട്ടുള്ള ആ ഒരു ഇടവേളകളിൽ ഇൻസ്പെക്ഷൻ നടത്തുന്നു, ക്വാളിറ്റിയുള്ള ടെനൻസിൻ്റെ ആപ്ലിക്കേഷൻ സ്വീകരിക്കുന്നു. ആ ആപ്ലിക്കേഷൻ സ്വീകരിച്ച് അത് ഷോർട്ട് ലിസ്റ്റ് ചെയ്തതിന് ശേഷം നമ്മൾ ഓണേഴ്സിന് അയച്ചു കൊടുക്കുന്നു. അവർക്ക് അതിൻ്റെ പ്രോസ് ആൻഡ് കോൺസ് മനസ്സിലാക്കിയതിന് ശേഷം അവരെ കൊണ്ട് അപ്രൂവ് ചെയ്തതിന് ശേഷം നമ്മൾ ലീസ് എഗ്രിമെൻറ്റ് സൈൻ ചെയ്യുന്നു. ലീസ് എഗ്രിമെൻറ്റ് സൈൻ ചെയ്തിട്ട് നമ്മൾ ഇൻസ്പെക്ഷൻ, അതായത് എൻട്രി ഇൻസ്പെക്ഷൻ റിപ്പോർട്ട് തയ്യാറാക്കുന്നു. അവരുടെ നിന്ന് ബോണ്ട് സ്വീകരിക്കുന്നു. ബോണ്ട് RTBAയിൽ നമ്മൾ ലോഡ്ജ് ചെയ്യുന്നു. അതിനുശേഷം നമ്മൾ കീ ഹാൻഡ് ഓവർ ചെയ്യുന്നു. ഇതാണ് ഒരു വേക്കൻ്റ് ആയിട്ടുള്ള പ്രോപ്പർട്ടിയിൽ നമ്മളൊരു സെലക്ഷൻ പ്രോസസ്സിൽ നമ്മൾ ചെയ്തു പോകും. എന്നാൽ ഗിൽസിന് ഒരു പ്രോപ്പർട്ടി, ഇൻവെസ്റ്റ്മെൻറ്റ് പ്രോപ്പർട്ടി വാങ്ങുകയാണെങ്കിൽ അതിൻ്റെ അകത്തേക്ക് എങ്ങനെ ഒരു ടെനൻറ്റിനെ സെലക്ട് ചെയ്യാം അല്ലേ? അപ്പോൾ ഗിൽസ് ഒരു പ്രോപ്പർട്ടി വാങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ടെനൻറ്റ് ഇല്ല എന്നുണ്ടെങ്കിൽ സ്വന്തമായിട്ട് വേണമെങ്കിൽ നിങ്ങളുടെ ചർച്ച് ഗ്രൂപ്പിലോ അല്ലെങ്കിൽ ഈ പറയുന്ന കമ്മ്യൂണിറ്റി ഗ്രൂപ്പിലോ നിങ്ങൾക്ക് അഡ്വർടൈസ്മെൻറ്റ് കൊടുക്കുക. ഒത്തിരി വാട്സപ്പ് ഗ്രൂപ്പുകളുണ്ടല്ലോ, ഇന്ന പോലെ പ്രോപ്പർട്ടി അവൈലബിൾ ആണ്, ഇതാണ് റെൻറ്റ്, നിങ്ങൾക്ക് ആരുടെയെങ്കിലും പേരിൽ അല്ലെങ്കിൽ റെഫറൻസിൽ നിങ്ങളുടെ സുഹൃത്തുക്കളോ അല്ലെങ്കിൽ ആരെങ്കിലും റെഫറൻസ് വഴി വിക്ടോറിയയിലേക്ക് വരുന്നതുണ്ടെങ്കിലോ, വിക്ടോറിയയിലാണ് നിങ്ങളുടെ വീടെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ ആ രീതിയിൽ അഡ്വർടൈസ് ചെയ്തുകൊണ്ട് നമുക്ക് ടെനൻസിനെ, ഫ്യൂച്ചർ പ്രോസ്പെക്റ്റഡ് ടെനൻസിനെ നമുക്ക് അട്രാക്റ്റ് ചെയ്യാം. അതിനുശേഷം ഇപ്പോൾ ഗിൽസ് അത് മാനേജ് ചെയ്യാനായിട്ട് പ്രൈവറ്റായിട്ട് ശ്രമിക്കുകയാണെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് വേണ്ടത് നമുക്ക് കൺസ്യൂമർ അഫയേഴ്സിൻ്റെ വെബ്സൈറ്റിൽ നമുക്ക് റെസിഡൻഷ്യൽ ടെനൻസി ആക്ട് 1997 സെക്ഷൻ 26 സബ്സെക്ഷൻ 1 പ്രകാരമുള്ള ആ ഒരു റെസിഡൻഷ്യൽ എഗ്രിമെൻറ്റ് ഡൗൺലോഡ് ചെയ്തെടുത്താൽ മതി. അത് വേർഡ് ഫോർമാറ്റിലാണ്. ആ വേർഡ് ഫോർമാറ്റ് പ്രകാരം നിങ്ങളത് ഡൗൺലോഡ് ചെയ്തെടുത്തു. അതിന് മുമ്പ് നിങ്ങൾ ആർക്കാണോ ഇത് വീട് കൊടുക്കുന്നത് അവരുടെ 100 പോയിൻ്റ് ID നമ്മൾ വാങ്ങുക. 100 പോയിൻ്റ് ID വാങ്ങി അത് വെരിഫൈ ചെയ്തു. നിങ്ങൾ അറിയാവുന്ന ആളാണെങ്കിൽ മിക്കവാറും റെഫറൻസ് ഉണ്ടാകും. അത് റെസിഡൻഷ്യൽ എഗ്രിമെൻറ്റ് ഫില്ലപ്പ് ചെയ്ത് പ്രോപ്പറായിട്ട് ഫില്ലപ്പ് ചെയ്ത് മിസ്റ്റേക്ക് ഇല്ലാണ്ട് ഫില്ലപ്പ് ചെയ്ത് അതിനുശേഷം നിങ്ങൾ അത് രണ്ടുപേരും സൈൻ ചെയ്ത് എക്സിക്യൂട്ട് ചെയ്യുന്നതിനോടൊപ്പം തന്നെ അതിൽ കൃത്യമായിട്ട് എഴുതിയേക്കാം റെൻ്റ് എത്രയാണ്, മന്ത്ലി ആണോ കളക്ട് ചെയ്യുന്നത്, വീക്കിലി ആണോ കളക്ട് ചെയ്യുന്നത്, ബോണ്ട് ഉണ്ടോ, ബോണ്ട് ഉണ്ടെങ്കിൽ അത് എത്രയാണ്. ആ ബോണ്ട് നമ്മൾ സ്വീകരിച്ചു കഴിഞ്ഞാൽ നിയമപ്രകാരം നമ്മളുടെ കൈവശം വയ്ക്കാനായിട്ട് അത് നമുക്ക് നിയമം അനുവദിക്കുന്നില്ല. അപ്പോൾ നമ്മൾ RTBA എന്ന് പറയുന്ന അതിലേക്ക് ആ പൈസ നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്യണം. അത് ഓൺലൈനിലാണെങ്കിലും നിങ്ങൾക്ക് ഫോമുണ്ട്. ആ ഫോം പ്രകാരം അത് ഫില്ലപ്പ് ചെയ്ത് ടെനൻസിൻ്റെ ഡീറ്റെയിലും വെച്ചിട്ട് ഇത് നിങ്ങൾ ലോഡ് ചെയ്യുക. അത് അവരിലേക്ക് ഡെപ്പോസിറ്റ് ചെയ്യുക. ഇത് RTBA ഈ പൈസ കീപ്പ് ചെയ്യുവരും. പിന്നെ നിങ്ങൾ അഡ്വാൻസ് ആയിട്ട് കീപ്പ് ചെയ്യാൻ പോകുന്ന റെൻറ്റ് മന്ത്ലി ആണോ അല്ലെങ്കിൽ വീക്കിലി ആണോ അത് കൃത്യമായിട്ട് അതിൻ്റെ അകത്ത് എഴുതിയിരിക്കുന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് ഡയറക്റ്റ് ഡെബിറ്റ് ആവാം, ക്യാഷ് ഇൻ ഹാൻഡ് ആവാം. ഏത് രീതിയിൽ നിങ്ങൾ ആ എഗ്രിമെൻറ്റ് പ്രകാരം എന്താണോ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് അതുമായിട്ട് നിങ്ങൾക്ക് മുമ്പോട്ട് പോകാം. ഇതിനകത്ത് വേറെ കാര്യം ശ്രദ്ധിക്കേണ്ട കാര്യം, നമുക്ക് ഡിസ്പ്യൂട്ടുകൾ ഒഴിവാക്കാനായിട്ട് എൻട്രി റിപ്പോർട്ട് കൃത്യമായിട്ട് നിങ്ങൾ ചെയ്യണം. എൻട്രി റിപ്പോർട്ട് എന്ന് പറഞ്ഞാൽ പ്രോപ്പറായിട്ട് ഈ വീട്ടിൽ നിലവിലുള്ള കണ്ടീഷൻ എന്താണോ ആ കണ്ടീഷൻ അനുസരിച്ചിട്ട് ചിലപ്പോൾ ബ്രാൻഡ് ന്യൂ ആവാം, ഓൾഡ് ആകാം ഈ വീട്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ഫോട്ടോസ് എടുക്കാം, അതിൻ്റെ ഡിസ്ക്രിപ്ഷൻ എഴുതി വെക്കാം, ഓൾഡ് മാർക്കുണ്ട് അല്ലെങ്കിൽ അതിന് ഡാമേജ് ഉണ്ട്. ഈ റിപ്പോർട്ട് ഇവർക്ക് കയറുന്നതിന് മുമ്പ് ഒരു സ്റ്റാൻഡേർഡ് ടൈം പീരിയഡ് ഒരു 3 ദിവസം മുമ്പ് ഈ റിപ്പോർട്ട് അവർക്ക് കൊടുക്കാം. ഇതിനേക്കാളുപരി നമുക്ക് ലീഗൽ കംപ്ലയൻസ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് അല്ലേ? ലീഗൽ കംപ്ലയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വീട് റെൻറ്റിന് നമ്മൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഏത് സ്റ്റേറ്റിലാണോ ആ വീടുള്ളത് അവിടുത്തെ മിനിമം സ്റ്റാൻഡേർഡ് പ്രകാരമുള്ള അത് ആ ഒരു റിക്വയർമെൻറ്റ് പാലിക്കുക. അതിപ്പോൾ നമുക്ക് ഇപ്പോൾ നമ്മളുടെ ഇവിടെ വിക്ടോറിയയിലാണെങ്കിൽ കൺസ്യൂമർ അഫയേഴ്സ് വെബ്സൈറ്റിൽ കൃത്യമായിട്ട് നമ്മളത് പറയുന്നുണ്ട്. മിനിമം സ്റ്റാൻഡേർഡ് ആ വീട്, ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഈ വീടിന് ആവശ്യത്തിനുള്ള വിൻഡോസ് വേണം, ലോക്സ് വേണം, ഹീറ്റിംഗ് വേണം. ഇതെല്ലാം സ്പെസിഫൈ ചെയ്തിരിക്കുന്നത് 2021 അതനുസരിച്ചിട്ടാണ് ഇപ്പം മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഗ്യാസ്, ഇലക്ട്രിക്കൽ കംപ്ലയൻസ്, സ്മോക്ക് എല്ലാം. അപ്പോൾ ഗ്യാസ്, ഇലക്ട്രിക്കൽ കംപ്ലയൻസ് 24 മന്ത്സിലേക്ക് നമുക്കത് എടുക്കാം. അതോടൊപ്പം തന്നെ സ്മോക്ക് എല്ലാം 12 മാസത്തേക്ക്, അത് എവറി 12 മന്ത്സിൽ നമ്മളത് കംപ്ലയൻസ് ചെക്ക് ചെയ്തുകൊണ്ട് നമുക്കത് മുമ്പോട്ട് പോകണം. ഇത്തരം കാര്യങ്ങൾ
നമ്മൾ കൃത്യമായിട്ട് ചെയ്താൽ ഗിൽസിന് വളരെ സക്സസ്ഫുൾ ആയിട്ട് ഈ പ്രോപ്പർട്ടി മാനേജ് ചെയ്ത് മുമ്പോട്ട് പോകാൻ പറ്റും. ചർച്ച് ഗ്രൂപ്പിലോ അതുപോലെ കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൽ അല്ലെങ്കിൽ നമ്മുടെ ഫ്രണ്ട് സർക്കിളിൽ വാട്സപ്പ് ഗ്രൂപ്പുകൾ ഫേസ്ബുക്കിലൊക്കെ ചെയ്ത് നമുക്കറിയാവുന്ന ആൾക്കാരെ അല്ലെങ്കിൽ റെക്കമെൻഡേഷൻ ഉള്ള ആൾക്കാരെ എടുക്കുക എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ എടുക്കുന്നതാണോ നല്ലത്, അത് പ്രോപ്പറായിട്ട് നമ്മൾ realestate.com അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ പറ്റും അഡ്വർടൈസ്മെൻറ്റ് ചെയ്തിട്ട് എടുത്ത് അതിൻ്റെ ഇതിനു മുമ്പത്തെ ഒരു റെൻ്റൽ ഹിസ്റ്ററി ചെക്ക് ചെയ്യുന്നതാണോ നല്ലത്? ചർച്ച് ഗ്രൂപ്പ് എന്ന് പറയുന്ന ഒരു ലിമിറ്റഡ് ആണ്. realestate.com അഡ്വർടൈസ് ചെയ്യാം, അല്ലെങ്കിൽ ഡൊമൈനിൽ അഡ്വർടൈസ് ചെയ്യാം, rent.com ഇതെല്ലാം ചില ഫ്രീ സൈറ്റുകളൊക്കെ നമുക്ക് അവൈലബിൾ ആണ്. അതിൻ്റെ അകത്ത് നമുക്ക് അഡ്വർടൈസ് ചെയ്യാം. നമ്മൾ അവിടുത്തെ മാർക്കറ്റ് റെൻ്റൽ പ്രൈസ് എങ്ങനെ അറിയും? realestate.com, rent.com ഇതിലെല്ലാം നമ്മുടെ സിമിലർ പ്രോപ്പർട്ടി അഡ്വർടൈസ് ചെയ്തിരിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. അതിനെ ബേസ് ചെയ്തിട്ട് നമുക്ക് അതിൻ്റെ പ്രൈസ് സെറ്റ് ചെയ്യാം. അതായത് ഒരു 4 bedroom ഡബിൾ ഗരാജ് അല്ലെങ്കിൽ ഒരു ലിവിങ് ഉള്ള ഒരു പ്രോപ്പർട്ടി അതിൻ്റെ ചുറ്റുപാടുമുള്ള 600 മീറ്ററിലുള്ള ചുറ്റുപാടിലുള്ള അല്ലെങ്കിൽ 500 മീറ്ററിൽ ചുറ്റുപാടിലുള്ള എത്രയാണ് അഡ്വർടൈസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ആ അഡ്വർടൈസ്മെൻറ്റുമായി മാച്ച് ചെയ്യുന്ന ഒരു പ്രൈസ് സെറ്റ് ചെയ്യാം. റെൻ്റൽ എന്ന് വെച്ചാൽ ഭയങ്കര എക്സ്പെൻസീവ് ആയിട്ടുള്ളൊരു സംഭവമായിട്ട് മാറിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് പലപ്പോഴും ഷെയർഡ് റൂമുകൾ, ഷെയർഡ് അക്കോമഡേഷൻസ്, അങ്ങനത്തെ ഒരുപാട് പുതിയ പുതിയ ടേംസുകൾ കേൾക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ പ്രധാനമായിട്ടും ആൾക്കാർ ഇപ്പോൾ ചൂസ് ചെയ്യുന്ന പല ടേംസുകൾ എന്തൊക്കെയാണെന്ന് പറയാം. ഒരു പ്രോപ്പർട്ടിയിൽ നിന്ന് തന്നെ അതിൻ്റെ അന്ന് 2 ഇൻകം വരുത്താം. അപ്പോൾ അത് ഇപ്പോൾ കോ ലിവിങ് എന്ന് പറഞ്ഞൊരു സിറ്റുവേഷൻ അതിപ്പോൾ കുറച്ച് പോപ്പുലറാണ്. അതിൻ്റെ അർത്ഥം ഇത്രയേ ഉള്ളൂ. കോ ലിവിങ് എന്ന് പറയുമ്പോൾ ഇതിൻ്റെ 2 പോർഷനും ഒരു ഓൺസ്യൂട്ട് ഉണ്ടാവും. അപ്പോൾ ഒരു പ്രോപ്പർട്ടി തന്നെ 2 ഓൺസ്യൂട്ട് ഉണ്ടാവും, 2 കിച്ചൺ ഉണ്ടാവാം, ഗരാജ് ഡബിൾ ഗരാജ് തന്നെ ഉണ്ടാവുള്ളൂ. അപ്പോൾ അങ്ങനത്തെ കോ ലിവിങ് വളരെ പോപ്പുലറാണ് ഇപ്പോൾ. പിന്നെ അതോടൊപ്പം തന്നെ അതിൻ്റെ കൂടെ ഒരു ഗ്രാനി ഫ്ലാറ്റ് ഉള്ളതാണെങ്കിലും അത് ഈ പറയുന്ന പോലെ കുറച്ചും കൂടി ഒരു ഇൻകം അതിൻ്റെ സെപ്പറേറ്റിന് അത് ലീഗലി ആ കാണുന്ന അവിടുത്തെ നിയമം ആ കൗൺസിലുമായി ബന്ധപ്പെട്ട് അതിന് പ്രോപ്പറായിട്ട് അതിന് ലീസിന് കൊടുക്കാനായിട്ടുള്ള ഉണ്ടെങ്കിൽ അത് നമുക്ക് ചെയ്യാവുന്നതാണ്. ഷെയറിങ് അക്കോമഡേഷൻ എന്ന് പറഞ്ഞാൽ ആരെങ്കിലും ഒരു ലീസ് ഹോൾഡർ ഒരു 4 bedroom വീട് എടുത്തിട്ടുണ്ടാവും. അതിൻ്റെ അകത്തൊരു ബെഡ്റൂം നമ്മൾ ഷെയറിങ്ങിന് വേണ്ടി എടുക്കുന്നു. പക്ഷേ അവിടെ ഉള്ള ഒരു റിസ്ക് ഫാക്ടർ എന്ന് പറഞ്ഞാൽ ഓണർ എന്നുള്ള നിലയ്ക്ക് ഉള്ള റിസ്ക് ഫാക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 4 bedroom വീട് സാധാരണ രീതിയിൽ ഫുള്ളായിട്ട് നമ്മൾ റെൻറ്റിന് കൊടുക്കാൻ നേരത്ത് ഒരു $550-600 കിട്ടുമെന്ന് വിചാരിക്കാം. ഇത് തന്നെ നമ്മൾ റൂം വൈസ് ആയിട്ട് കൊടുക്കാൻ നേരത്ത് അത് ഒരു $1000 വരാം. പക്ഷേ ഇത് ഒരു വീട് ഒരു പ്രശ്നമാണ്. അതിൻ്റെ അകത്ത് അതിൻ്റെ 4 പ്രശ്നങ്ങളാണ് ഒരു വീട്ടിലുള്ളത്. അപ്പോൾ അത് റിസ്ക് വേഴ്സസ് റിട്ടേൺ എപ്പോഴും പോസിബിൾ ആണ്. പക്ഷേ എന്നിരുന്നാലും ഈ പ്രോപ്പർട്ടിയുടെ ലൊക്കേഷൻ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഈ പ്രോപ്പർട്ടിയുടെ ലൊക്കേഷൻ എന്ന് പറഞ്ഞാൽ ഒരു യൂണിവേഴ്സിറ്റിയുടെ അടുത്തോ അല്ലെങ്കിൽ മാർക്കറ്റ് അല്ലെങ്കിൽ കോളേജ് അല്ലെങ്കിൽ അതേപോടൊപ്പം തന്നെ എന്തെങ്കിലും അമ്യൂണിറ്റീസിൻ്റെ അടുത്താണെങ്കിൽ ഇപ്പോൾ മൊണാഷ് യൂണിവേഴ്സിറ്റിയുടെ ഫ്രണ്ടിലുള്ള വീടുകൾ റെൻറ്റിന് പോകാനായിട്ട് എളുപ്പമായിരിക്കുള്ളൂ. പക്ഷേ എന്നാൽ കോവിഡുമായി ബന്ധപ്പെട്ട് അത് വന്നപ്പോൾ ഫുള്ള് വേക്കൻ്റ് ആയിരുന്നു. അപ്പോൾ അത് റിസ്ക് ഉണ്ട്. ഷോർട്ട് ടൈം ഹോളിഡേ ഹോംസ് അങ്ങനെ കൊടുക്കുന്നവരുണ്ടല്ലോ. അതുകൊണ്ട് കാരണം വെച്ചാൽ ഇപ്പോൾ അതൊക്കെ ഈ പറയുന്ന പോലെ Airbnb ഇതെല്ലാനും നമ്മളൊരു അവർക്ക് പ്രോപ്പർട്ടി കൊടുക്കുന്നു. അതിനും നമ്മൾ ഈ പറഞ്ഞ പോലെ കംപ്ലൈൻസ്, റിട്ടേൺ ഇതെല്ലാനും നമുക്ക് ഏതാണോ നമുക്ക് സ്യൂട്ടബിൾ. ഇപ്പോൾ നമ്മൾ ഓൺലൈൻ നോക്കിക്കഴിഞ്ഞാൽ Airbnb-യുടെ പ്രോപ്പർട്ടികൾ അവൈലബിൾ ആണ്. പക്ഷേ ഈ ഒരു 12 months നമുക്കൊരു ടെനൻറ്റിന് ഫിക്സ്ഡ് ടേം എഗ്രിമെൻറ്റ് പ്രകാരം അവരുള്ളിൽ പോയി കഴിഞ്ഞാൽ ഇപ്പോൾ നമുക്കൊരു 26,000 to 30,000 ഇൻകം ഗ്യാരണ്ടീഡ് ആണ്. അതേസമയം നമ്മൾ ഹോളിഡേക്ക് കൊടുക്കാൻ നേരത്ത് ആ ഹോളിഡേ സീസൺ അനുസരിച്ചിട്ടുള്ള അത് മാത്രമേ നമുക്ക് കിട്ടുള്ളൂ. പക്ഷെ എന്നിരുന്നാലും ആവറേജ് വരുമ്പോൾ ആ പ്രോപ്പർട്ടിയുടെ ലൊക്കേഷൻ ഹോട്ട് ലൊക്കേഷൻ ആണെങ്കിൽ Airbnb-ക്ക് അല്ലെങ്കിൽ അതേ രീതിയിൽ ചെയ്യാം. അതല്ല ആ പറയുന്നത് പോലെ നമുക്കൊരു റിസ്ക് ഫ്രീ ആയിട്ട് കിട്ടണമെങ്കിൽ 12 months ഒരു ഫിക്സ്ഡ് ടൈം എഗ്രിമെൻറ്റിൽ പോയി കഴിഞ്ഞാൽ ഫിക്സ്ഡ് ആയിട്ട് നമ്മുടെ ലോൺ ഇങ്ങനെ അടഞ്ഞു പോയിക്കൊണ്ടിരിക്കാം. ഹസ്ബൻഡ് ആൻഡ് വൈഫ് അല്ലെങ്കിൽ ഗേൾ ഫ്രണ്ട്, ബോയ് ഫ്രണ്ട് അല്ലെങ്കിൽ ഫ്രണ്ട്സ്, സ്റ്റുഡൻസ് ഇങ്ങോട്ട് വരുമ്പോൾ വീടെടുക്കും. അപ്പോൾ നമ്മൾ പ്രൈവറ്റ് ആയിട്ട് എടുക്കുന്നെങ്കിൽ ഇവരെ എല്ലാം പേര് നമ്മൾ എൻട്രി ചെയ്യണോ അതോ 1-2 പേരെ മാത്രമാണോ എൻട്രി ചെയ്യുന്നത്? അതായത് ലീസ് എഗ്രിമെൻറ്റിലാണോ ഉദ്ദേശിച്ചത്? അതായത് നമ്മൾ ഗില്ലിൻ്റെ ഒരു വീട് ഒരു ടെനൻറ്റിന് നമ്മൾ ലീസ് എഗ്രിമെൻറ്റ് സൈൻ ചെയ്യുമ്പോൾ അതിൻ്റെ അകത്ത് ഇപ്പോൾ 2 പേരുണ്ടെങ്കിൽ സാധാരണ രീതിയിൽ നമ്മളെപ്പോഴും ലീസ് എഗ്രിമെൻറ്റ് സൈൻ ചെയ്യുന്ന സമയത്ത് 2 പേരുടെ ഇൻകം എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ 2 ലീസ് ഹോൾഡർ ഉണ്ടെങ്കിൽ അത് നന്നായിട്ട് അത് നമുക്കൊരു ബാക്കപ്പ് ഉണ്ടാവും. ഒരാളുടെ ഇൻകം കൂടി ബാക്കപ്പ് ആയിട്ടുണ്ടാവും. സാധാരണഗതിയിൽ ലീസ് ഔട്ട് ചെയ്യുമ്പോൾ നമ്മൾ അവരുടെ ഇൻകം ചെക്ക് ചെയ്യുമല്ലോ.
ഇൻകം ചെക്ക് ചെയ്യുമ്പോൾ ഏകദേശം എത്ര 30-35% ഇതിന് ലീസ് എന്ന് പറയുന്ന അതിൻ്റെ അകത്തേക്ക് നമ്മൾ മാറ്റി വെക്കണം. അതാണ് ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരു തിരഞ്ഞെടുക്കുമ്പോൾ നമുക്ക് അവരുടെ ഇൻകം നമുക്ക് നോക്കാം. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതെ അതെ അതെ. പിന്നെ ഇതിനു മുമ്പുള്ള ഹിസ്റ്ററി നമ്മൾ എങ്ങനെ ചെക്ക് ചെയ്യും? ഗിൽ ഒരു ആപ്ലിക്കൻറ്റിനെ സെലക്ട് ചെയ്തു. ആപ്ലിക്കൻറ്റിനെ സെലക്ട് ചെയ്യുമ്പോൾ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ആപ്ലിക്കേഷൻസ് സ്വീകരിക്കുന്നതിന് നമുക്ക് RealEstate.com ബന്ധപ്പെട്ടൊരു ഓൺലൈൻ ആപ്ലിക്കേഷൻ നമുക്ക് സ്വീകരിക്കാറുണ്ട്. ഇത് ഗില്ലിന് വേണമെങ്കിൽ ഒരു സ്പെസിഫിക് ആയിട്ടൊരു വേർഡ് ഫോർമാറ്റിൽ ഒരു ഗൂഗിൾ ഫോം പോലെ ഫില്ലപ്പ് ചെയ്തതിന് ശേഷം അതിൻ്റെ അകത്തേക്ക് ഇവരുടെ റെൻ്റൽ ഹിസ്റ്ററി, അതായത് റെൻ്റൽ ഹിസ്റ്ററി ഈ പർട്ടിക്കുലർ പേഴ്സൺ എ എന്ന് പറയുന്ന ഒരു ഫാമിലി പ്രീവിയസ്ലി വേറൊരു വീട്ടിൽ താമസിച്ചിട്ടുണ്ടെങ്കിൽ അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് കൃത്യമായിട്ട് റെൻറ്റ് കൊടുത്തതിൻ്റെ ഡീറ്റെയിൽ ഉണ്ടാവും. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ ചോദിക്കാറുള്ള അവർക്ക് റെൻ്റൽ ലെഡ്ജർ ചോദിക്കും. ആ റെൻ്റൽ ലെഡ്ജറുമായി ബന്ധപ്പെട്ട് വേറൊരു ഏജൻറ്റ് നമുക്ക് ഈ കാണുന്ന കൃത്യമായിട്ട് നമുക്ക് ആ റെൻ്റൽ ലെഡ്ജർ തരും. അതിൽ കാണാൻ പറ്റും കൃത്യമായിട്ട് ഇവർ റെൻറ്റ് കൊടുക്കുന്നുണ്ടോ എന്നുള്ളത്. പിന്നെ രണ്ടാമത്തത് റുട്ടീൻ ഇൻസ്പെക്ഷൻ്റെ റിപ്പോർട്ടാണ്. റുട്ടീൻ ഇൻസ്പെക്ഷൻ്റെ റിപ്പോർട്ട് എന്ന് പറഞ്ഞാൽ പ്രീവിയസ്ലി ഇവർ ലീസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ ലീസ് ചെയ്തിരിക്കുന്ന പ്രോപ്പർട്ടിയിൽ ആ റെൻ്റൽ മാനേജർ കൃത്യമായിട്ട് റുട്ടീൻ ഇൻസ്പെക്ഷൻ നടത്തിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഒരു റിപ്പോർട്ട് ഞങ്ങൾ സ്വീകരിക്കാറുണ്ട്. ഇത് രണ്ടും ഗില്ലിന് ചോദിക്കാം, അതൊന്ന് തരാൻ പറ്റുമെന്ന് ചോദിക്കാം. അപ്പോൾ ഈ രണ്ട് രീതിയിൽ വീട് കൃത്യമായിട്ട് അവർ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്, രണ്ടാമത് കൃത്യമായിട്ട് റെന്റ് പേ ചെയ്യുന്നുണ്ടെന്നുള്ള ഉറപ്പ് വരുത്താൻ പറ്റും. ആന്റണിക്കോ അല്ലെങ്കിൽ ആന്റണിയെ പോലെ പ്രോപ്പർട്ടി മാനേജ്മെന്റ് ചെയ്യുന്ന ആൾക്കാർക്കോ പ്രോപ്പർട്ടി തരേണ്ട കാര്യമില്ലല്ലോ, ഇതൊക്കെ ഞങ്ങൾക്ക് തന്നെ ചെയ്യാൻ പാടില്ല. ഇത് എല്ലാവർക്കും ഓപ്ഷണലാണ്. അതായത് റിസ്ക് എടുക്കണോ, അതായത് നമ്മളൊരു പ്രോപ്പർട്ടി മാനേജറെ നിങ്ങൾ ഏൽപ്പിക്കുന്നത് 3 കാര്യങ്ങൾ കൊണ്ടാണ്. ഒന്ന്, നിങ്ങളുടെ ടൈം സേവ് ചെയ്യാനായിട്ട്. നിങ്ങൾക്ക് ഒരു പ്രോപ്പർട്ടി ഇൻഡസ്ട്രേറ്റ് പ്രോപ്പർട്ടി ആണെങ്കിൽ ഒരിക്കലും അതൊരു പ്രാക്ടിക്കലി പോസിബിൾ അല്ല. ഫ്ലൈറ്റ് പിടിച്ച് പോകണം ടാപ്പ് ശരിയാക്കാനായിട്ട്. അതെ. പിന്നെ നമ്മൾ പ്രൈവറ്റ് ആയിട്ട് മാനേജ് ചെയ്യുമ്പോൾ നമുക്ക് ലാഭം ഉണ്ട് കേട്ടോ. കാരണം വെച്ചാൽ നിങ്ങൾ പ്രൈവറ്റ് ആയിട്ട് മാനേജ് ചെയ്യാൻ ശ്രമിക്കുകയാണെങ്കിൽ സാധാരണ രീതിയിൽ ആവറേജ് 5% ആണ് നമ്മൾ ചാർജ് ചെയ്യുന്നത് അല്ലേ. ഈ സേവ് ചെയ്യാൻ പാടില്ലേ? സേവ് ചെയ്യാൻ പറ്റും. പക്ഷേ ഇത് ആക്ച്വൽ സേവിങ് ആണോ എന്നുള്ളത് നമ്മൾ 2 വട്ടം ആലോചിച്ചാൽ മതി. കാരണം നമ്മൾ ടൈം സേവിങ് എന്ന് പറയുന്നത് സംഭവിക്കുന്നില്ല, കാരണം ഇൻഡസ്ട്രേറ്റ് ആണെങ്കിൽ. രണ്ടാമത്തത് റിസ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ കാണുന്ന ലീഗൽ കംപ്ലയൻസ്, നേരത്തെ പറഞ്ഞ ഗ്യാസ് ഇലക്ട്രിസിറ്റി കംപ്ലയൻസ്, അതോടൊപ്പം തന്നെ സ്മോക്ക് എല്ലാം കംപ്ലയൻസ്, അത് നോക്കുക. പിന്നെ വരുന്നത് നമ്മൾ ഇതിൻ്റെ ഫ്ലാഷി ഏരിയ ആണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തത്. ഇതിൽ ഗില്ല് ഇത് ലീഗലായിട്ട് കൊടുത്തുകൊണ്ട് മുമ്പോട്ട് പോകുമ്പോൾ ഈ ടെനൻറ്റിൻ്റെ സിറ്റുവേഷൻ ചേഞ്ച് ചെയ്തു, അവരൊരു ഡാമേജ് പ്രോപ്പർട്ടിയിൽ ഉണ്ടാക്കി, അവർ റെൻറ്റ് പേ ചെയ്തില്ല എങ്കിൽ വീണ്ടും നമ്മൾ നെക്സ്റ്റ് ലെവലിലേക്ക് പോകണ്ടേ. അപ്പോൾ VCAT-മായി ബന്ധപ്പെട്ട് നമ്മൾ VCAT-ൽ ആപ്ലിക്കേഷൻ കൊടുക്കുക. അതായത് അങ്ങനെ ഒരു പ്രശ്നം വന്നാൽ ഗില്ലിന് VCAT ആണ് ഇവിടെ അൾട്ടിമേറ്റ് ആയിട്ട് നമ്മുടെ ടെനൻസിൻ്റെ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടുന്നത്. അപ്പോൾ VCAT-ൽ നമ്മൾ ആപ്ലിക്കേഷൻ കൊടുക്കുക. അത് ഇത്ര ദിവസം നോട്ടീസ് പീരീഡ് ഉണ്ട്, കൃത്യമായിട്ട് അത് ഹിയറിംഗ് വിളിക്കും. ആ ഹിയറിങ്ങിന് വിളിക്കാൻ നേരത്ത് നമ്മളുമായി ബന്ധപ്പെട്ടുള്ള എവിഡൻസ് പ്രൊവൈഡ് ചെയ്യുക, റെൻ്റൽ ലെഡ്ജർ പ്രൊവൈഡ് ചെയ്യുക, ഡാമേജ് ഉണ്ടെങ്കിൽ ഡാമേജിൻ്റെ എവിഡൻസ് പ്രൊവൈഡ് ചെയ്യുക. അപ്പോൾ VCAT ഒരു ഡിസിഷൻ എടുക്കും. അത് പൊസഷൻ നോട്ടീസ് ആണെങ്കിൽ പൊസഷൻ നോട്ടീസ് തരും. അതോടൊപ്പം തന്നെ വേറെ എന്തെങ്കിലും ഓർഡേഴ്സ് ആണെങ്കിൽ അത് തരും. ഇൻകം സ്റ്റേറ്റ്മെൻറ്റ്, അതായത് എൻഡ് ഓഫ് ഫൈനാൻഷ്യൽ ഇയർ സ്റ്റേറ്റ്മെൻറ്റ് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യും. അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് ഒരു പോർട്ട്ഫോളിയോ, നിങ്ങൾക്ക് വരുന്ന ഫീസിനകത്ത് ടാക്സ് ഡിഡക്റ്റബിൾ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? അതോ ഇൻവെസ്റ്റ്മെൻറ്റ് പ്രോപ്പർട്ടീസിൻ്റെ ഇൻകം ടാക്സബിൾ ആണല്ലോ. അപ്പോൾ ടാക്സബിൾ ആയതിൻ്റെ പേരിൽ ഇൻവെസ്റ്റ്മെൻറ്റ് പ്രോപ്പർട്ടിയുമായിട്ട് ചെലവ് ചെയ്യുന്ന എമൗണ്ടുകൾ മുഴുവനും ടാക്സ് ഡിഡക്റ്റബിൾ ആണ്. സ്ട്രെസ് എന്ത് മാത്രം മാനേജ് ചെയ്യുന്നുണ്ട് നിങ്ങൾ? സ്ട്രെസ് നന്നായിട്ടുണ്ടാകട്ടെ. അതായത് നമുക്കറിയാമല്ലോ, കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ പ്രോപ്പർട്ടിയെക്കാളും കൂടുതൽ നിങ്ങൾ മാനേജ് ചെയ്യുന്നത് സ്ട്രെസ്സാണ് മാനേജ് ചെയ്യുന്നത്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ പ്രൊഫഷണലായിട്ട് നമ്മൾ പ്രോപ്പർട്ടി മാനേജ്മെൻറ്റ് ചെയ്യാൻ നേരത്ത്, ഉദാഹരണത്തിന് കഴിഞ്ഞ ദിവസം ഒരു പ്രോപ്പർട്ടി നമ്മൾ ലീസ് ചെയ്തു. ബ്രാൻഡ് ന്യൂ പ്രോപ്പർട്ടിയാണ് ലീസ് ഔട്ട് ചെയ്യുന്നത്. ആ ബ്രാൻഡ് ന്യൂ പ്രോപ്പർട്ടി ലീസ് ഔട്ട് ചെയ്യുമ്പോൾ അവർ റിപ്പോർട്ട് ചെയ്ത ഒരു സിമ്പിൾ വിഷയം എന്ന് പറഞ്ഞാൽ അവരുടെ ഗ്യാസ് ലീക്ക് ഉണ്ടായി. അത് 6 മണിക്കോ 7 മണിക്കോ ആയിരിക്കും നമുക്ക് റിപ്പോർട്ട് ചെയ്യാം. നമ്മൾക്ക് പ്രൊഫഷണലായിട്ടുള്ള അസോസിയേറ്റ്സ് മെയിൻ്റനൻസ് നമുക്ക് കണക്റ്റഡ് ആണ്. അപ്പോൾ 24 hours ആ കോൾ അറ്റൻഡ് ചെയ്യാനായിട്ട് അവർ റെഡിയാണ്. അതോടൊപ്പം തന്നെ അത് കൃത്യമായിട്ട് ഫിനിഷപ്പ് ചെയ്തു എന്നുള്ള രീതിയിൽ നമുക്ക് ഉറപ്പ് വരുത്തണം. പിന്നെ അത് പറഞ്ഞു വന്നപ്പോഴാണ് നമുക്ക് എമർജൻസി റിപ്പയറും സാധാരണ സ്റ്റാൻഡേർഡ് റിപ്പയറും ഉണ്ട് ഇതിൻ്റെ അകത്ത്. അതായത് കൺസ്യൂമർ അഫയേഴ്സിൻ്റെ വെബ്സൈറ്റിൽ തന്നെ നമുക്കത് കാണാം.
എപ്പോഴെങ്കിലും ഒരു എമർജൻസി റിപ്പയർ, ഉദാഹരണത്തിന് വാട്ടർ ആ പ്രോപ്പർട്ടിയിലില്ല, ടോയ്ലറ്റ് ബ്ലോക്കായി, അല്ലെങ്കിൽ ഹീറ്റിംഗ് വർക്ക് ചെയ്യുന്നില്ല എങ്കിൽ ഈ ടെനൻസിന് തന്നെ അവർക്ക് ഇമ്മീഡിയറ്റ് റിപ്പയേഴ്സ് ചെയ്യാം. $2,500 താഴെ ഉണ്ടെങ്കിൽ അത് നമ്മൾ റീഇംബേഴ്സ്മെന്റ് ചെയ്യാനായിട്ട് നമ്മൾക്ക് റെസ്പോൺസിബിലിറ്റി ഉണ്ട്. കൺസ്യൂമർ അഫയേഴ്സിന്റെ വെബ്സൈറ്റിൽ കയറി കഴിഞ്ഞാൽ വിക്ടോറിയയുടെ ഇത് മുഴുവനും നമുക്ക് കാണാം. സ്റ്റാൻഡേർഡ്, അതായത് മിനിമം സ്റ്റാൻഡേർഡ് എന്താണ്, കംപ്ലയൻസ് എന്തായിരിക്കണം, ഓണേഴ്സിന്റെ റെസ്പോൺസിബിലിറ്റി എന്താണ്, ടെനൻസിന്റെ റൈറ്റ്സ് എന്താണ്, ഇതെല്ലാം കൃത്യമായിട്ട് അതിൻ്റെ നമ്മുടെ കൂടെയുള്ള ഒരുപാട് ആൾക്കാരായിട്ട് നമ്മൾ സംസാരിക്കാൻ പറയും അവർ രണ്ടാമതൊരു പ്രോപ്പർട്ടി അല്ലെങ്കിൽ ഒരു റെൻ്റൽ പ്രോപ്പർട്ടി മേടിക്കാത്തതിൻ്റെ മെയിൻ കാരണങ്ങളിലൊന്ന് നമ്മൾ റെൻറ്റിന് കൊടുക്കുമ്പോൾ ആൾക്കാർ അവിടെ നിന്ന് ഇറങ്ങിപ്പോകുമോ, ഇവിടെ ടെനൻറ്റിന് ഭയങ്കരമായിട്ടുള്ള പ്രൊട്ടക്ഷനാണോ, എസ്പെഷ്യലി വിക്ടോറിയയിൽ ലാൻഡ് ഇവർക്ക് ഇഷ്ടമില്ലേ, അപ്പോൾ അങ്ങനെയുള്ള ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അപ്പം ഈ ടെനൻറ്റ് വന്നു കഴിഞ്ഞാൽ ഇറങ്ങിപ്പോകാത്തൊരവസ്ഥയുണ്ടോ? നമുക്ക് അവരെ കോണ്ടാക്ട് ചെയ്യുന്നതിന് പരിമിതിയുണ്ട്. അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അവിടെ നിന്ന് ഇറങ്ങിപ്പോകണമെങ്കിൽ ഒരു നോട്ടീസ് പീരീഡ് ഉണ്ട്. ഉദാഹരണത്തിന് നമുക്ക് റെൻ്റൽ ഡീഫോൾട്ട്, ഗിൽസിൻ്റെ പ്രോപ്പർട്ടിയിലേക്ക് ഒരു ടെനൻറ്റ് കയറി, അവരുടെ സിറ്റുവേഷനിൽ ചേഞ്ച് വന്നു, അവർക്ക് ജോലി ഇല്ലാണ്ടായി, അവർ 1-ാം തീയതി തരേണ്ട റെൻറ്റ് തന്നില്ല. 14 ദിവസം കഴിഞ്ഞാൽ നമുക്ക് വേണമെങ്കിൽ വെക്കേറ്റ് നോട്ടീസ് അയക്കാം. ഇത് തിയറി, അതായത് വെക്കേറ്റ് നോട്ടീസ് അയച്ചു, അത് പറഞ്ഞ് അവർ ഇറങ്ങി പോകണമെന്നൊരു നിർബന്ധമില്ല. കാരണം അവർക്ക് ജോലി ഇല്ലാത്തതിൻ്റെ പേരിലാണ് റെന്റ് തരാൻ പറ്റാത്തത്. റെന്റ് അവർ പേ ചെയ്യാതിരിക്കുമ്പോൾ നമുക്ക് ആ റെന്റ് എവിടെയെങ്കിലും റിക്കവർ ചെയ്യാനായിട്ടുള്ള സാധ്യതയുണ്ടോ? പേയ്മെന്റ് ചെയ്യാതിരിക്കുകയോ അതോടൊപ്പം തന്നെ ഡാമേജ് ഉണ്ടാക്കുകയോ ചെയ്താൽ ഇത് റിക്കവർ ചെയ്യാനായിട്ട് ആകെ ഒറ്റ വഴിയേ ഉള്ളൂ, ഇൻഷുറൻസ്. പിന്നെ ഈ ഓസ്ട്രേലിയയിൽ മെയിനായിട്ടും ഈ പ്രോപ്പർട്ടിയും അതേപോലെ തന്നെ ഇവിടെ വെൽത്ത് അക്യുമുലേഷൻ നടക്കുന്നത് കൂടുതലായിട്ടും റിയൽ എസ്റ്റേറ്റിലും പ്രോപ്പർട്ടിയിലും തന്നെയാണ്. അപ്പോൾ നമ്മൾ നാട്ടിൽ നിന്ന് ഇവിടെ വന്ന ആൾക്കാർ നമ്മുടെ ലക്ഷ്യങ്ങളിലൊന്ന് നമ്മൾ നന്നായിട്ട് വളരുക എന്ന് പറയുന്നത് ഫിനാൻഷ്യലിയും എല്ലാ രീതിയിലും, ഫിനാൻഷ്യലി മാത്രമല്ല ഹെൽത്തും വെൽത്തും നമ്മുടെ കുടുംബവും പാരമ്പര്യവും എല്ലാം നമ്മളിവിടെ വളരണം. പ്രത്യേകിച്ച് നമ്മളിവിടെ വന്നിരിക്കുന്നത് നമ്മൾ വളരാൻ വേണ്ടി തന്നെയാണ്, അല്ലാതെ അല്ലെങ്കിൽ പിന്നെ നമുക്ക് നാട്ടിൽ നിന്നാൽ മതിയായിരുന്നു. നാട്ടിൽ നമ്മൾ പട്ടിണിയൊന്നുമല്ല അല്ലേ, പക്ഷെ അതിനേക്കാളും കൂടുതലായിട്ട് നമ്മളിവിടെ വന്ന് വളരണം. നമുക്ക് വെൽത്ത് ക്രിയേറ്റ് ചെയ്യണം, നമ്മുടെ നെക്സ്റ്റ് ജനറേഷനിലേക്ക് നമ്മൾ പാസ് ചെയ്യണം. അപ്പോൾ അങ്ങനെയൊക്കെ വന്നു കഴിയുമ്പോൾ നമുക്ക് ചില കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റും. നമുക്ക് വീട് മേടിക്കാൻ ഒരു പറ്റും, പക്ഷേ അത് നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റില്ല. ദാറ്റ്സ് ഓക്കെ. അപ്പോൾ മാനേജ് ചെയ്യാൻ പറ്റില്ലെങ്കിൽ, നമുക്ക് തന്നെത്താനെ മാനേജ് ചെയ്യാൻ പറ്റില്ലെങ്കിൽ അത് നമുക്ക് ആൻ്റണി ഏൽപ്പിക്കുക. അപ്പോൾ ആൻ്റണി നമുക്ക് വേണ്ടി മാനേജ് ചെയ്യും. അപ്പോൾ നമുക്ക് കീപ്പ് ഓൺ ബൈയിങ് ആവാം. അതല്ലെങ്കിൽ ഇപ്പോൾ നമുക്ക് മേടിക്കാൻ പറ്റിയില്ലെങ്കിൽ അത് നമ്മൾ മേടിക്കാൻ വേറുള്ളവരെ ഏൽപ്പിച്ചാൽ മതി. അവർക്ക് അതിൻ്റെ ഫീസ് കൊടുക്കുക, അവർ മേടിക്കും, അത് നമുക്ക് വേണ്ടി മേടിക്കും. അപ്പോൾ ഇതെല്ലാം നമുക്ക് ഔട്ട്സോഴ്സ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ അതുകൊണ്ട് നമുക്ക് വെൽത്ത് ക്രിയേഷനിൽ നിന്ന് നമ്മൾ ഒരിക്കലും മാറേണ്ട കാര്യമില്ല. അതൊക്കെയാണ് ആൻ്റണിയും പറയുന്നത്. നിങ്ങളെ ഹെൽപ്പ് ചെയ്യാനാണ് ആൻ്റണി ഇവിടെ ഇരിക്കുന്നത്. അതിനൊരു ചെറിയ ഫീസ് ഉണ്ട് കേട്ടോ. നിങ്ങളുടെ കോൺസെൻട്രേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെൽത്ത് ഗ്രോ ചെയ്യുക എന്നുള്ളതാണ്. അതിൻ്റെ അകത്തേക്കുള്ള കോൺസെൻട്രേഷൻ ഒരിക്കലും മാനേജ്മെൻ്റ് എന്നുള്ള രീതിയിലേക്ക് നിങ്ങൾ ഡൈവേർട്ട് ചെയ്ത് പോകാണ്ട്, ആ ഡൈവേർട്ട് ചെയ്യപ്പെടുന്നത് കൊണ്ട് കൊടുക്കുന്ന ഫീസ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് ടാക്സിൽ ക്ലെയിം ചെയ്യാൻ പറ്റുമെങ്കിൽ ആ ഒരു തലവേദന ഒഴിവാക്കിയിട്ട് ഈ ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത് അതിൻ്റെ ഗ്രോത്ത് മനസ്സിലാവണം. ആ പോക്കറ്റിൽ നിക്ഷേപിച്ചിരിക്കുന്ന ആ പ്രോപ്പർട്ടിക്ക് എത്രത്തോളം ഗ്രോത്ത് ഓരോ കൊല്ലം ഉണ്ടെന്ന് മനസ്സിലാക്കണം. അപ്പോൾ നമ്മൾ എല്ലാ കൊല്ലവും നിങ്ങൾക്ക് അത് റിവൈസ് ചെയ്ത് നിങ്ങൾക്ക് പറഞ്ഞു തരും. അതായത് പ്രോപ്പർട്ടിക്ക് ഇതേ ഗ്രോത്ത് ഉണ്ട്, നമ്മൾ നിയർ ബൈ പ്രോപ്പർട്ടീസ് സെയിൽ ചെയ്തിരിക്കുന്നത് ഇതാണ്, ഇതിൻ്റെ റിപ്പോർട്ട് നിങ്ങൾക്ക് കിട്ടിക്കൊണ്ടിരിക്കും. കൂടാതെ തന്നെ 12 മാസത്തേക്ക് നിങ്ങളൊരു ടെനൻറ്റിനെ ലോക്ക് ചെയ്ത് കഴിയുമ്പോൾ ആ റെൻറ്റ് റിവൈസ് അത് ഇമ്പോർട്ടൻ്റ് ആണ്. ആ റെൻറ്റ് റിവൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് 10-ാം മാസം കൃത്യമായിട്ട് റെൻറ്റ് റിവൈസ് ചെയ്യുന്നത്. നമ്മൾ പ്രോപ്പർട്ടി മേടിക്കുമ്പോൾ അറ്റ്ലീസ്റ്റ് ഒരു 6 പ്രോപ്പർട്ടിയിലും ഒരാൾ മേടിക്കണം എന്നുള്ള രീതിയിലാണ് നമ്മൾ ചെയ്യുന്നത്. എങ്കിലേ നമ്മൾ ഓസ്ട്രേലിയയിലെ ടോപ്പ് പ്രോപ്പർട്ടി ഇൻവെസ്റ്റ്മെൻറ്റ് കാറ്റഗറി വരികയുള്ളൂ. മലയാളികൾ തീർച്ചയായിട്ടും ഏറ്റവും കൂടുതൽ പ്രോപ്പർട്ടി ഓൺ ചെയ്യുന്ന ആൾക്കാരായിരിക്കണം ഓസ്ട്രേലിയയിൽ. ഒരുപാട് ആൾക്കാർക്ക് റെൻറ്റിന് പ്രോപ്പർട്ടി കൊടുക്കാൻ സഹായിക്കണം. അങ്ങനെ റെൻറ്റിന് പ്രോപ്പർട്ടി കൊടുക്കുമ്പോൾ 2 കാര്യങ്ങളാണ് മെയിനായിട്ട് ചെയ്യുന്നത്. ഒന്ന്, നമ്മൾ കൺട്രിയെ ഹെൽപ്പ് ചെയ്യാണ്, അതായത് ഇവിടുത്തെ അക്കോമഡേഷനായിട്ട് കൺട്രിയെ നമ്മൾ ഹെൽപ്പ് ചെയ്യുന്നു, നമ്മൾ പൈസ ഇൻവെസ്റ്റ് ചെയ്യുന്നു. അതുകൊണ്ട് കൺട്രിക്ക് ഗുണമുണ്ട്, അതേപോലെ തന്നെ വീടില്ലാത്ത ആൾക്കാർക്ക് വീട്ടിൽ താമസിക്കാനായിട്ട് സാധിക്കും. അങ്ങനെ 2 ഗുണങ്ങളാണ് നമ്മൾ ചെയ്യുന്നത്. ഇതിനകത്ത് വിൻ ആൻഡ് വിൻ ഗെയിമാണ്. കൺട്രിക്കും ഒരേ രീതി ഗുണം, അതേപോലെ തന്നെ പൈസ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഇൻവെസ്റ്റർക്കും ഗുണമുണ്ട്. അപ്പോൾ അതുകൊണ്ട് പിന്നെ അതല്ല തന്നെ പിന്നെ കുറച്ച് നാളും കൂടെ കഴിഞ്ഞ് റിട്ടയറിൻ്റെ സമയത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഗവൺമെൻറ്റിന് പിന്നെയും ഗുണമാണ്. കാരണം നിങ്ങൾക്കൊരു ഇൻകം ഉള്ളതുകൊണ്ട് ഗവൺമെൻറ് പിന്നെ നമുക്ക് വേണ്ടുന്ന പെൻഷൻ തരേണ്ട കാര്യമില്ല. അപ്പോൾ ഒരുപാട് ഗുണങ്ങൾ അടങ്ങിയതൊരു സംഭവമാണ്. ഇതൊരു ആക്രാന്തപ്പെട്ട് നമ്മൾ ചെയ്യുന്നത് മാത്രമല്ല,
അതുകൊണ്ട് തീർച്ചയായിട്ടും നമ്മുടെ മലയാളി കമ്മ്യൂണിറ്റി ഒരു ടോപ്പ് ലെവലിലേക്ക് വരണം. ടോപ്പ് ലെവലിലേക്ക് വരാനായിട്ട് ഒരുപാട് കഷ്ടപ്പാടൊന്നുമില്ല, കുറച്ചൊരു ലക്ഷ്യത്തോടു കൂടി ചെയ്താൽ മതി. അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ഹെൽപ്പ് ചെയ്യാനൊക്കെയാണ് നമ്മുടെ ഈ പ്രോപ്പർട്ടി മാനേജ്മെൻറ്റും കാര്യങ്ങളെല്ലാം. ഇവർ നമ്മൾ ഒരുപാട് പ്രൊമോട്ട് ചെയ്യുന്നതല്ല, ഇതൊരു സത്യമായതുകൊണ്ട് നമ്മൾ പറയുന്നതെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. പിന്നെ ആൻ്റണി വേറെ എന്തെങ്കിലും കൂട്ടിച്ചേർക്കാനുണ്ടോ? ഗിൽസ് പറഞ്ഞ പോലെ നമ്മളെല്ലാവരും വളരണമെന്നുള്ള ആഗ്രഹം കൊണ്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യണത് തന്നെ അല്ലേ. കാരണം വെച്ചാൽ എനിക്ക് തോന്നുന്നത് പ്രോപ്പർട്ടിയിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത് വളരെ എളുപ്പമാണ് വിക്ടോറിയയിൽ. അത് ഈ 5% എന്ന് പറയുന്ന ഒരു ഇൻട്രസ്റ്റ് റേറ്റ് അല്ലെങ്കിൽ 6% എന്ന് പറയുന്ന ഇൻട്രസ്റ്റ് റേറ്റിൽ 5% അല്ലെങ്കിൽ 10% നമ്മുടെ കൈവശത്ത് നിന്ന് ഇട്ടാൽ ബാങ്ക് നമുക്ക് ആ ഒരു ബാക്കിയുള്ള 90% ലോൺ തരുന്നുണ്ട്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് നിങ്ങളെല്ലാവരും പ്രോപ്പർട്ടി വാങ്ങണം, പ്രോപ്പർട്ടി ഓണേഴ്സ് ആവണം, നിങ്ങൾ മാനേജും ചെയ്യണം. അതാണ് നമ്മുടെ ആഗ്രഹം. നിങ്ങൾ മാനേജ് ചെയ്യാൻ എപ്പോഴെങ്കിലും ഒരു ഇൻഫർമേഷന് വേണ്ടിയോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഓപ്ഷൻസിന് വേണ്ടിയോ നമ്മളെ കോൺടാക്ട് ചെയ്യാം. നമ്മളെ കോൺടാക്ട് ചെയ്യുമ്പോൾ നമുക്ക് നിങ്ങൾക്ക് അല്ലെങ്കിൽ നമ്മുടെ കമ്മ്യൂണിറ്റി വളരണം, അല്ലെങ്കിൽ കമ്മ്യൂണിറ്റിയിലേക്ക് ഇപ്പോൾ വേറൊരു കാര്യം നമ്മൾ ചിന്തിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഒത്തിരി പേര് ഇൻഡർസ്റ്റേറ്റ് മൂവ് ചെയ്യുന്നുണ്ട്. അതായത് നമ്മുടെ മലയാളികൾ തന്നെ ഇൻഡർസ്റ്റേറ്റ് മൂവ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ UK അല്ലെങ്കിൽ ബഹ്റൈൻ അവിടെ നിന്നൊക്കെ നമുക്ക് ഒത്തിരി കോളുകൾ വരും. അവർ പറയുന്നത് ഇത്രയേ ഉള്ളൂ, ആൻ്റണി നമുക്കൊരു വീട് ഇവിടെ റെഡിയാക്കി തരാൻ പറ്റുമോ, ഞങ്ങൾക്ക് ജോലിയുണ്ട്, ഞങ്ങൾക്കൊരു വീട് വേണമെന്ന് പറയുമ്പോൾ നമ്മൾ അവർക്കും വേണ്ടിയുള്ളൊരു ഹെൽപ്പാണ്, കമ്മ്യൂണിറ്റിക്ക് വേണ്ടിയുള്ളൊരു ഹെൽപ്പും കൂടിയാണ് നമ്മളെല്ലാം ചെയ്യുന്നത്. ഓസ്ട്രേലിയയിലേക്ക് മൈഗ്രേറ്റ് ചെയ്ത് വരുന്നത് ഒന്ന് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ വേണ്ടിയാണ്. അവരൊരിക്കലും റെൻ്റൽ ഫോൾട്ട് വരുത്താറില്ല. പിന്നെ പ്രോപ്പർട്ടി ആണെങ്കിൽ നല്ല കൃത്യമായിട്ട് അവർ പ്രോപ്പറായിട്ട് ക്ലീൻ ചെയ്യുക, ആ രീതിയിൽ റെസ്പോൺസിബിൾ ആയിട്ടുള്ള ടെനൻസ് ആണ് അവർ. അപ്പോൾ അതുകൊണ്ട് നമ്മളുടെ പ്രോപ്പർട്ടി മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത് നിങ്ങൾ വളരണമെന്നുള്ള ആഗ്രഹമുണ്ട്, കൂടാതെ ഞാനും തീർച്ചയായും. ഇപ്പം ആൻ്റണി പ്രോപ്പർട്ടി മാനേജ്മെൻറ്റ് അതേപോലെ തന്നെ വിക്ടോറിയയിലെ അല്ലെങ്കിൽ ഓസ്ട്രേലിയയിലെ വൺ ഓഫ് ദ ബെസ്റ്റ് അല്ലെങ്കിൽ വൺ ഓഫ് ദ ലാർജസ്റ്റ് പ്രോപ്പർട്ടി മാനേജ്മെൻറ്റ് ആൻ്റണി ആകണമെന്ന് തന്നെയാണ് നമ്മുടെ ആഗ്രഹം. വേറൊന്നുകൊണ്ടുമല്ല, നമുക്ക് അതിനുള്ള കഴിവുണ്ട്. അതെ, ഗിൽസിൻ്റെ നാവ് പൊന്നാട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. കാരണം അല്ല, നമുക്ക് പ്രോപ്പർട്ടി മാനേജ്മെന്റ് ഒരു പാഷനാണ്. പാഷൻ മാത്രമല്ല, അത് ഒരു സ്കില്ല് എന്ന് പറയുന്ന രീതിയിൽ. കാരണം ഞാൻ 2007 ഓസ്ട്രേലിയയിൽ വന്നതിന് ശേഷം നമ്മളൊരു ടെനൻ്റായിട്ട് തന്നെ ഇവിടെ താമസിച്ച ആൾക്കാരാണ്. അപ്പോൾ ആ ടെനൻ്റായിട്ട് ഇരിക്കുമ്പോൾ നമ്മൾക്ക് ഒരു പ്രോപ്പർട്ടി മാനേജർ ഉണ്ടായിരുന്നു. അവരെങ്ങനെയാണ് അത് മാനേജ് ചെയ്തത്. അതിനുശേഷം നമ്മൾ ഓണർ ഓക്യുപ്പൈഡ് പ്രോപ്പർട്ടി മേടിച്ച് വാങ്ങി. അതിനുശേഷം നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റ് വാങ്ങിയപ്പോൾ ഞാൻ എൻ്റെ പ്രോപ്പർട്ടികൾ പ്രൈവറ്റ് ആയിട്ട് തന്നെയാണ് ഞാൻ മാനേജ് ചെയ്തുകൊണ്ടിരുന്നത്. അതിൻ്റെ അന്ന് കിട്ടിയിരിക്കുന്ന ഒരു സ്കില്ലും പിന്നെ ഇതുവരെ കോർപ്പറേറ്റ് കമ്പനികളിൽ വർക്ക് ചെയ്തതുമായി ബന്ധപ്പെട്ടുള്ള ഒരു സ്കില്ല്, ഇതെല്ലാം വെച്ചിട്ടാണ് നമ്മൾ പ്രൊഫഷണലായിട്ട് ഒത്തിരിയധികം പ്രോപ്പർട്ടികൾ കഴിഞ്ഞ 2 വർഷമായിട്ട് നമ്മൾ ഒത്തിരി പ്രോപ്പർട്ടികൾ, ഇനഫ് പ്രോപ്പർട്ടികൾ ഇപ്പോൾ മാനേജ് ചെയ്യാൻ തുടങ്ങി. ആൾക്കാരുടെ കോൺഫിഡൻസ് കിട്ടി തുടങ്ങി. കാരണം അതൊരു കൃത്യമായിട്ടുള്ളൊരു പ്രൊഫഷണലിസം അതിൻ്റെ അകത്ത് ഉള്ളതിൻ്റെ പേരിലും അതിൻ്റെ കൂടെ കുറച്ചും കൂടി ആത്മാർത്ഥതയും കൂടി ഉണ്ട്. കാരണം വെച്ചാൽ വരുന്നില്ല. അപ്പോൾ ഇന്നലെ പറഞ്ഞു ആൻ്റണിയുടെ അടുത്താണ് വീഡിയോ ചെയ്യാൻ പോകുന്നു പറഞ്ഞു. അപ്പോൾ പറഞ്ഞു എൻ്റെ വീട് ഇപ്പോൾ ആൻ്റണിയാണ് നോക്കുന്നതെന്ന് പറഞ്ഞു. എന്നെ വിളിച്ചായിരുന്നു രാവിലെ. പുള്ളി പറഞ്ഞു ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ മെസ്സേജ് ഇട്ട് അപ്പം തന്നെ റിപ്ലൈ ഉണ്ടെന്നാണ് പറഞ്ഞത്. കാരണം ഗിൽസേ, കാരണം നമുക്കൊരു പ്രോപ്പർട്ടി ഒരാൾ മാനേജ് ചെയ്യാൻ തരുമ്പോൾ അവരുടെ ഒരു ട്രസ്റ്റാണ് എന്നിലേക്ക് വരുന്നത്. ആ ട്രസ്റ്റ് അനുസരിച്ചിട്ട് നമ്മൾ നമ്മുടെ ടീമിനെ ട്രെയിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. കൂടാതെ എങ്ങനെയൊക്കെ നമുക്ക് അവരുടെ പ്രോപ്പർട്ടികൾ ക്വിക്കായിട്ട് ലീസ് ചെയ്യാം. ഈവൻ സൺഡേസ് പോലും നമ്മൾ അവരുടെ പ്രോപ്പർട്ടികൾക്ക് ഓപ്പൺ ഇൻസ്പെക്ഷൻ ചെയ്യാറുണ്ട്. കാരണം മിനിമൈസ് അവരുടെ ഒരു ദിവസം വലിയ ഇതാണ്. അതെ അതെ. അപ്പം ഇത്രയൊക്കെയാണ് പറയാനുള്ളത്. നിങ്ങൾ മലയാളികളെല്ലാം വളരെ സമ്പന്നരായിരിക്കണം. ഓസ്ട്രേലിയയിൽ നമുക്ക് ഒരുപാട് സമ്പത്തുണ്ടെങ്കിൽ ഒരുപാട് ആൾക്കാരെ ഹെൽപ്പ് ചെയ്യാനായിട്ട് സാധിക്കും. അതുകൊണ്ട് എല്ലാവർക്കും നല്ലൊരു ഭാവി ഓസ്ട്രേലിയയിൽ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. അതേപോലെ തന്നെ വിഷും ചെയ്യുന്നു. ഹാവ് എ നൈസ് ഡേ. ആൻ്റണി വളരെ താങ്ക് യു വെരി മച്ച്.